കൊക്കായിലെ ഭൂമാഫിയുടെ അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഡോക്ടർ അനൂപ് സ്കറിയ ആവശ്യപ്പെട്ടു. ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊക്കായി ഭാഗത്ത് നെടിയങ്ങ വില്ലേജ് റീസർവേ 104 പാലത്തിനോട് ചേർന്ന് ആ സർവേ നമ്പറിൽ 1 സെന്റ് ഭൂമി പോലും രേഖാമൂലം കൈവശമില്ലാത്ത വി.ജെ. തോമസ് വടക്കേക്കുറ്റും കുര്യാക്കോസ് പോരുന്നകോട്ടും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന റോഡിനും റീസർവേ 22ന്റെ അതിർത്തി വരെയുള്ള മുഴുവൻ ഭൂമിയും അളന്നുതിരിച്ച് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കണമെന്ന് കൊക്കായി സ്വദേശി ഡോക്ടർ അനൂപ് സ്കറിയ ആവശ്യപ്പെട്ടു. മുൻപ് 12 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡിൽ കയ്യേറ്റം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട കിഫ്ബിയുടെ എഞ്ചിനീയർ തന്നെ നിരവധി തവണ കൊക്കായി ഭാഗത്തെ സ്ഥല ഉടമകളുടെ കൈവശ രേഖകൾ പരിശോധിച്ച് കയ്യേറ്റം കണ്ടെത്തണമെന്ന് റവന്യൂ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് ഭൂമാഫിയയുടെ സ്വാധീനത്തിലാണെന്നും ഭാരതീയ ജനതാ പാർട്ടി ഇരിക്കൂർ മണ്ഡലം പ്രഭാരി കൂടിയായ ഡോക്ടർ അനൂപ് സ്കറിയ ശ്രീകണ്ഠപുരം പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊക്കായി പാലത്തിനോട് ചേർന്ന റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് എംഎൽഎയുടെയും റവന്യൂ വകുപ്പിന്റെയും കിഫ്ബിയുടെയും ഉദ്യോഗസ്ഥർ കയ്യേറ്റക്കാർക്കൊപ്പം ചേർന്ന് മറ്റുള്ളവരിൽ പഴിചാരുന്നതുകൊണ്ടാണെന്നും റോഡ് വികസനം തടസ്സപ്പെട്ട് നിൽക്കുന്നതെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി. ഡോക്ടർ അനൂപ് സ്കറിയ, ഞാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആലക്കോട് മണ്ഡലത്തിൽ നിന്നും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. നിലവിൽ ഞാൻ ബി.ജെ.പി ഇരിക്കൂർ മണ്ഡലത്തിന്റെ പ്രഭാരിയാണ്. അതുപോലെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ഒരു വിഷയത്തിൽ എം.എൽ.എയും എ.എക്സിയും ചേർന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യും എന്നാണ് നടുവിൽ ചേർന്ന ഈ റോഡ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ അത് മിനിറ്റ്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ നാളിതുവരെ അതിനും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഈ വിഷയങ്ങൾ ഇങ്ങനെയുള്ള സമയത്ത് അനാവശ്യമായിട്ട് എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചതാണ്. ഇത് എന്റെ പേരിലുള്ള സ്ഥലമല്ല. അതുപോലെ തന്നെ എന്റെ റേഷൻ കാർഡും എന്റെ ആധാറും പോലും ഈ ഒരു അഡ്രസ്സിലുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് എം.എൽ.എയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് ഫ്രീ സറണ്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രീ സറണ്ടർ കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ഫ്രീ സറണ്ടർ എന്നുള്ളൊരു വ്യവസ്ഥ കേരളത്തിൽ നിലവിലില്ല. ഫ്രീ സറണ്ടർ അല്ലാതെ ഇത് കൃത്യമായിട്ട് നികുതി അടയ്ക്കുന്ന ഭൂമിയാണ് ഈ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് അളന്ന് എത്ര ഭൂമി ആവശ്യമുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. എയർപോർട്ട് റോഡിന്റെ ഭാഗമായിട്ട് ഇതേപോലെ വികസിപ്പിക്കുന്ന എല്ലാ റോഡുകളിലും എന്തുകൊണ്ട് പണം കൊടുക്കുന്നു? എന്നാൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് പണം ലഭ്യമാകുന്നില്ല. ഏത് വികസനം വന്നു കഴിഞ്ഞാൽ ഫ്രീ സറണ്ടർ എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടാണ് ഇവിടെ വികസനത്തിനെതിരായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ എം.എൽ.എ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയം ഹൈക്കോടതിയിൽ എത്താനുണ്ടായ കാരണം എം.എൽ.എയും അതുപോലെ തന്നെ ഇരിക്കൂർ നെടിയങ്ങ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ സ്ഥല ഉടമയെ സന്ദർശിക്കുകയും എന്നാൽ അതിനുശേഷം നെടിയങ്ങ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തി ആ മതിൽ പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എം.എൽ.എയുടെ നേതൃത്വത്തിൽ റോഡ് കമ്മിറ്റിക്കാർ ഈ വിഷയം കൃത്യമായി പഠിച്ച് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് എത്ര സ്ഥലം വിട്ടുകൊടുക്കേണ്ടതുണ്ടെന്നുള്ളതിന് നോട്ടീസ് നൽകുക, അല്ലെങ്കിൽ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാവരുടെയും കൃത്യമായിട്ട് പരിശോധിക്കുക. അതിനുശേഷം അനധികൃതമായിട്ട് കയ്യേറിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് തിരിച്ചെടുക്കാനുള്ള നടപടികൾ. ചില മീറ്റർ സ്ഥലം കൃത്യമായിട്ട് അവിടെ നിലവിലുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്താൽ തന്നെ അവിടെ വേറെ വിഷയമില്ലാതെ കൃത്യമായിട്ട് അവിടെ പാലത്തിന്റെ പണിയായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അതല്ല, അവിടുന്ന് വീണ്ടും 12 മീറ്ററും കൂടെ എന്തുണ്ട്, ഈ റോഡിന്റെ സ്ഥലം അവിടെ തന്നെയുണ്ട്. ഇതെല്ലാം രേഖകൾ കൃത്യമായിട്ടും വ്യക്തമാണ്. പക്ഷെ അത് അളന്നെടുക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല. അതാണ് പാലത്തിനോട് ചേർന്ന് 24 മീറ്റർ അനധികൃത കയ്യേറ്റം ഉണ്ട്. ആ കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്കോ ഉദ്യോഗസ്ഥർക്കോ പറ്റുന്നില്ല? അതാണ് എന്റെ ചോദ്യം. ഈ കയ്യേറിയതിന് പകരമായിട്ട് സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളിലും ഭൂമി കൈയേറ്റവും വ്യാപകമായിട്ടൊക്കെ ഉണ്ട്. അതില്ല എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അതിനൊക്കെ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട് അത് കൈയേറ്റം ഒഴിപ്പിക്കുന്നത്. പക്ഷെ നാടിന്റെ വികസനത്തിന് നിങ്ങൾ ശരിക്കും പറഞ്ഞ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ദുരന്തവെക്കുന്ന നിലപാടെടുത്തു എന്നുള്ളത് തന്നെയാണ് അവിടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾക്കും ബോധ്യമാണ്. അല്ല, അങ്ങനെ ബോധ്യമാകുന്ന വ്യക്തി ഒരു ബി.ജെ.പിയുടെ പ്രതിനിധി എന്ന് പറഞ്ഞ ഇവിടെ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് ന്യായീകരിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് സമൂഹത്തോട് കാണിക്കുന്ന നീതികേടാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറയാം,
ഇതില് സത്യത്തിന്റെയും നീതിയുടെയും നേർക്ക് കൂടെ നിൽക്കുക. എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം കയ്യേറിയ ഒരു ഭൂമിക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഭൂമി നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിൽ താഴേക്കായിരുന്നു, അതിനും താഴേക്കായിരുന്നു പാലം ഉണ്ടായിരുന്നു. അവിടെ ഓൾറെഡി അവിടെ 24 മീറ്റർ എന്റെ അതിര് തീർത്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ പാലത്തിൽ ചെറിയ 1 മീറ്ററോ 2 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നിലവിൽ എവിടെയാണോ പാലം ഉള്ളത് അവിടെ തന്നെയാണ് ഇപ്പോൾ പാലം ഉള്ളത്. കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് കോൺക്രീറ്റ് ചെയ്ത പാലാണ് 92 ഞാനത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ തന്നെ വീണ്ടും പാലം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അപ്പുറത്തുള്ള 24 മീറ്റർ കയ്യേറ്റത്തിന് പകരം നിങ്ങളുടെ ഭാഗത്തും അപ്പുറത്തെ ഭാഗത്തും ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ആ റോഡ് പോകാനുള്ള സൗകര്യം കൊടുക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുന്നവരല്ലേ നിങ്ങൾ? വികസന ഞാൻ ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ട് നിൽക്കേണ്ട പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള ആള് ഈ വികസന വിരോധിയായി മാറുമല്ലേ ചെയ്യുന്നത്? അതെങ്ങനെയാ ഈ കയ്യേറ്റം പ്രോത്സാഹിപ്പിക്കുന്നവര്? കയ്യേറ്റം എന്നുള്ളത് ഈ പറയുന്ന ഒരു ഏകദേശം ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ സ്ഥലത്തെ കയ്യേറ്റമാണ്. അതെനിക്കറിയില്ല. ഇവിടുത്തെ കയ്യേറ്റം ക്ലിയർ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. 24 മീറ്റർ റോഡിന്റെ സ്ഥലം കൃത്യമായിട്ട് കയ്യേറിയിട്ടുണ്ട്. അത് തെളിയിക്കാനുള്ള രേഖകളും എന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. അത് തിരിച്ചെടുക്കാൻ കഴിയാതെ അല്ലാതെ റവന്യൂ ഭൂമി, നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന റവന്യൂ ഭൂമി ഏറ്റെടുക്കണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ അതിന്റെ ശരിയായിട്ടുള്ള എന്താണ് കാരണം എന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ അറിയത്തില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കല്ലോ. ഇതാണ് ഇതിന്റെ DPR. ഇതിൽ കൃത്യമായിട്ട് 10 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്ന ഓരോ വിവാദങ്ങളാണ്. ഇതാണ് DPR പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 1 ഇഞ്ചിന്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായിട്ടില്ല പാലത്തിന്റെ. സ്ഥലത്തിന്റെ അവിടെ കയ്യേറ്റത്തിന്റെ കേസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും അവിടെ കൃത്യമായിട്ട് പണികൾ നടക്കുന്നുണ്ട്. അത് ഏത് അപ്പുറത്തെ നിങ്ങളുടെ ഭാഗത്ത് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഇതിനെ ന്യായീകരിക്കലേ നിങ്ങൾ. അല്ല, അനധികൃത കയ്യേറ്റത്തെ ന്യായീകരിക്കണോ ചെയ്യുന്നത്? ആരും വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പൊ അതേപോലെ തന്നെ ഈ കൊക്കായി പാലത്തിന്റെ സൈഡിലും 2 ഭാഗത്തും വിട്ടുകൊടുക്കണ്ടേ? ഇവിടെ FMD ഇല്ല, അതാണ് അതിന്റെ വ്യത്യാസം. FMD ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, ഒരു വികസനത്തിന് കൂട്ടു നിൽക്കുന്ന നിങ്ങളെ പോലത്തെ പൊതുപ്രവർത്തകനായിട്ടുള്ള ആളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിന് ഒരു വിട്ടുകൊടുക്കാതെ നിന്നിട്ട് അതിന്റെ FMD ഇല്ല, അത് ഇപ്പോഴത്തെ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത് പൊതുപ്രവർത്തകന് ചേർന്നതാണ്. ഞാൻ വിട്ടുകൊടുക്കൂല ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴാ വിട്ടുകൊടുക്കാൻ തന്നെ പറഞ്ഞു കൃത്യമായിട്ട് എത്ര അളവ് സ്ഥലം വേണമെന്നുള്ളത് ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എത്ര സ്ഥലം ഇതിന് ആവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് എന്തുകൊണ്ട് തരുന്നില്ല? അതിനകത്ത് എന്തിനാ ഒളിച്ചു കളിക്കുന്നത്? അല്ലല്ല, അല്ല, കോടതി പോയി എന്തുകൊണ്ടാ ഈ 24 മീറ്ററിൽ അവിടെ സ്ഥലം ഉള്ളിടത്ത് ഇതുവരെ ഏറ്റെടുക്കാതെ ബാക്കിയുള്ളവരുടെ സ്ഥലം ആവശ്യപ്പെടുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?